ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഗൈസ്, ഇന്ന് രാവിലെ നമ്മൾ പ്രാവക്ക് തീറ്റ കൊടുക്കാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ 2-3 ദിവസമായി വീഡിയോയിൽ എടുത്തിട്ടിട്ട് പ്രാവിൻ്റെ ഒന്നും ഇട്ടിനില്ല. കുറച്ച് ദിവസം കുറച്ച് കയ്യാകലുള്ളതുകൊണ്ടാണ് ഗൈസ്, അല്ലാണ്ട് വീഡിയോ ഇടാണ്ട് നിൽക്കുന്നില്ല. എന്നോട് ജോഡിയും മേടിക്കണം ഗൈസ്, ഇതിന് ജോഡിയില്ല. ഈ ഒരു പെൺകുട്ടിക്ക് ജോഡിയില്ല ഗൈസ്. ഇവിടെ തീറ്റക്കായിട്ട് വിടാം. പിന്നെ അടിയിൽ 2 ആൾക്കാരുണ്ട് ഗൈസ്. അപ്പം നമ്മളൊരു സാധാ ഒരു കൊട്ട വെച്ചിട്ടുള്ളൊരു കേജാണ് ഗൈസ് ആക്കിന്. ഇനി നമുക്ക് വേറെ കേജ് മേടിക്കണമെന്നുണ്ട്. അപ്പം അത് ഇനി പിന്നെ നോക്കാമെന്ന് വിചാരിച്ചിട്ട് വിട്ടിട്ടാണ് ഗൈസ്. നമ്മളെല്ലാം ഒരു ചെറിയൊരു പണിത്തരെല്ലാം ചെയ്യണം. ഇതൊന്നും അത്ര ശരിയല്ല. ആൾക്കാര് കട്ടിട്ട് കൊണ്ടുപോകുമെന്നും പറയാനില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇവരാണ്, ഇതാണ് നമ്മളെ പെൺപ്രാവ് ഗൈസ്. നല്ലോണം ഏതാണ്ട് അണങ്ങിന്, ഇവിടെ നല്ലോണം അണങ്ങിന് ഏതാണ്ട്. ഇത് അപ്പുറത്തെ ആ കാണുന്ന ഈ കാട്ടിലേക്ക് ഈ പ്രാവ് ഇങ്ങനെ പോയി ചുറ്റിയിട്ട് അവിടെ പോയി ലാൻഡ് ആയതുകൊണ്ട് പിന്നെ ഇതിനങ്ങനെ ചെറുകല മുറിച്ച് ഒരു ഇതാക്കി വിട്ടിട്ടുള്ളു ഗൈസ്. ഇതാണ് അതിൻ്റെ ആണ് ഞാൻ കാണിച്ചത്. ഗൈസ്, ഇതാണ് ആണ്. ഇത് കുറച്ച് ഇപ്പോൾ എന്തോ അഡ്ജസ്റ്റായി വരുന്നുണ്ട് ഗൈസ് പ്രാവ്. ഇപ്പം ആണെങ്കിൽ ഇത് ആകെ 3-4-5 ദിവസമായി ഇതിന് മേടിച്ചിട്ട്. ഇനി നമുക്ക് പറപ്പിക്കാൻ നോക്കാം. പിന്നെ ഇനി ഛത്രി ഉണ്ടാക്കണം ഗൈസ്. ഈ ഏരിയയിലൊരു ഛത്രി ഉണ്ടാക്കണം. അപ്പോൾ ഛത്രിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് PVC പൈപ്പാണ്. അത് വെച്ചാവുമെന്നറിയില്ല, എന്നാലും നമുക്ക് പറ്റുന്ന അത്ര ട്രൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പീസെല്ലാം എവിടെയെല്ലാം കട്ട് ചെയ്ത് വെച്ചിന് കഴിച്ച്. അങ്ങ് മൂലക്കെല്ലാം എവിടെയെല്ലാം ഉണ്ട്, എവിടെയെല്ലാം കണ്ട. ഇതെല്ലാം നമ്മൾ ചെയ്ത് ഫുള്ള് സെറ്റാക്കണം. ഈ കൂടിനും എല്ലാം സെറ്റാക്കാനുണ്ട് കഴിച്ച്. ഇതെല്ലാം ഇങ്ങനെ തലവേനയായി ഉള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഒന്നും ഇടായിനി. ഇതുണ്ട, ഇങ്ങനെയാണ് കൂടിൻ്റെ അവസ്ഥ. ഇനി കൂടെല്ലാം റെഡിയാക്കി കൊണ്ടുവരുമ്പോൾ എത്രയാവും നമുക്കറിയില്ല. ആവില്ലെങ്കിൽ നമ്മൾ വേറൊരു കേജ് മേടിക്കാൻ പ്ലാൻ ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ നോക്കാമെന്നുള്ളൊരു ഇതുണ്ട്. അപ്പോൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യ്. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് കാണിക്കുക. ഇന്ന് നമ്മൾ ഫുഡ് കൊടുക്കാൻ വെറുതെ ഒന്ന് മേലക്കേരി വന്നപ്പോൾ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ഇട്ട ഗൈസ്. മെയിനായിട്ടുള്ളൊരു വീഡിയോ ഒന്നുമല്ല ഗൈസ്. അപ്പോൾ വെള്ളത്തിന് ദാഹിച്ചിട്ട് നോക്കിയാൽ ഞാൻ ആടുന്ന് വെള്ളം എടുത്ത് വരുമ്പോഴത്തേക്ക് ഇവിടെ നടന്ന് അങ്ങ് വന്ന് ആടുന്ന് തന്നെ ഇതാ ആ വീഡിയോ എടുക്കാൻ കഴിയാത്തോണ്ട് ഗൈസ്. ഈ വെള്ളം എടുക്കുന്നതുകൊണ്ട് നോക്കിയ ഇനി ഇവന് ഈ ഒരു പ്രാവിന് ഒരു ആൺപ്രാവിനെയും കൂടി ആക്കണം ഗൈസ്. ഇതിന് അത് 2 ജോഡിയായി. ഇതാണ് ഇപ്പോൾ ഒറ്റക്കുള്ള. ഇനിയൊരു ആൺപ്രാവിനെ ആക്കുമ്പോഴേക്ക് നമുക്ക് ഛത്രിയും എല്ലാം ആക്കണം ഗൈസ്. ഛത്രി ആക്കണം, ഈ കൂട് സെറ്റാക്കണം, എല്ലാം ആകെ കോലം കീലായിട്ടുള്ള ഗൈസ്. പിന്നെ നമുക്കൊരു വിഷമം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ തന്നെയാണ് ഈ ഒരു ടവറും കണ്ടോ ഗൈസ്. ഈ ഒരു ടവറും ഇവിടെ ഉള്ളതുകൊണ്ട് ഇതിൻ്റെ പണിത്തരെല്ലാം ഉള്ളതുകൊണ്ട് ഈ ഇപ്പുറത്തെ ഭാഗത്ത് തന്നെ നമ്മളിത് പൊട്ടത്തരാണോ എന്ത് പണിയാവോ എന്നുള്ള പേടിയാണ് ഇപ്പം ഗൈസ്. ഇവിടെ തന്നെ ഇത്രയും വലിയ ടവറും ഉള്ളതുകൊണ്ട് നമുക്ക് ഈ പ്രാളെ പോറ്റ ചെറിയൊരു വിഷമം തന്നെയായിരുന്നു. എന്തായാലും അത്യാവശ്യം വലിച്ചൊപ്പിച്ച പ്രാവുകൾക്ക് മാത്രമേ മഴക്കാലത്തെല്ലാം പിടിച്ച് നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നു ഗൈസ്. ഇതിൽ ആരും വലിച്ചൊപ്പിച്ച പ്രാവുകളൊന്ന് പറയാൻ ഏതാണ്ടില്ല ഗൈസ്. ഇവരെല്ലാം പറപ്പിക്കാൻ ഇന്ന് തുടങ്ങണേ ഉള്ളൂ. ഇവർക്കൊന്നും എന്നും വിങ്സും എല്ലാം കട്ട് ചെയ്ത് വെച്ചുകൊണ്ട് ഇവർക്കൊന്നും ഒന്നും ഇപ്പം ആവില്ല. ഇത് അത്യാവശ്യം ഇങ്ങനെ തീറ്റയും കൊടുത്ത് ഇങ്ങനെ രാവിലെ തുറന്നു വിടും ഗൈസ്. പിന്നെ ഞാൻ സ്കൂളിൽ പോയാൽ 6 മണിക്ക് വരും. അപ്പോൾ രാവിലെയും 6 മണിക്ക് ആദ്യ സമയത്താണ് ഗൈസ് എൻ്റെ ടൈമിങ്സ്. ഞാനിത് ഇപ്പോൾ രാവിലെ കോറുമ്പോൾ ഇതോട്ട് കൊടുക്കല്. രാത്രി ഇവിടുത്തെ രാഗി ഉണ്ടെന്ന് പറഞ്ഞിട്ട് രാഗിയും ഇതും കൊടുക്കും ഗൈസ്. ഗോതമ്പ് മിക്സായിട്ടാണ് കൊടുക്കുക. പിന്നെ ഈ ആണിനിപ്പോൾ പ്രത്യേകിച്ച് ഭക്ഷണ ക്രമങ്ങളൊന്നും വേറെ ആക്കിയില്ല. പെൺപ്രാവർക്ക് കൊടുക്കുന്ന പോലെ തന്നെയാണ് ഇവന് കൊടുക്കുന്നത്. അതേ ഇതിൽ തന്നെ കൊടുക്കുന്നത്.
പിന്നെ ഇവർ കൂട് തുറന്നിടുന്നതുകൊണ്ട് കൂട് ഇതാകുമ്പോൾ ഈ ഭക്ഷണം കഴിയുന്ന മുന്നേ ഇവർ കയറിപ്പോകും. ഇപ്പോൾ ഈ പ്രാവൊക്കെ സ്ലോല ഇങ്ങോട്ടേക്ക് വരാനുള്ള പരിപാടിയാണ്. അപ്പോൾ പിന്നെ നമുക്കത് ഈസിയാണ്. പ്രാവിനെ പിന്നെ നമ്മൾ പിടിച്ച് കയറ്റേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇതെല്ലാം മെരുങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങ് കയറുമെന്നുള്ളതുകൊണ്ട് ഇതല്ല ഗൈസ്. ഇത് അപ്പം അഡ്ജസ്റ്റ്മെൻറ്റിനായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഇങ്ങനത്തെ ഗേജെല്ലാം ആക്കിയാൽ മതി ഗൈസ്. ഇതാകുമ്പോൾ ഒരു 4, 5, 6 kg 6 കൊട്ട വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി ഗൈസ്. നമ്മളിപ്പോൾ ചെയ്ത പോലെ ഇങ്ങനത്തെ എല്ലാം പണിത്തരം ചെയ്ത് അത്യാവശ്യം നിങ്ങൾക്ക് കുട്ടികളെല്ലാം എങ്കിൽ അന്നപ്പോത്ത ഉള്ളവരെല്ലാം എങ്കിൽ കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനും ഇതിനെല്ലാം ഇങ്ങനത്തെ എല്ലാം മതി കഴിച്ചു. ഇതെല്ലാം ഇവിടെ 2, 3, 4, 5 സ്ക്രൂകളെല്ലാം ഇങ്ങനെ അടിക്കുക. അപ്പുറത്തെ അതിൻ്റെ എല്ലാ സൈഡും അങ്ങനെ അടിച്ചടിച്ച് ഫിറ്റ് ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന ഇങ്ങനെ ഒരു ലൈൻ ഉണ്ടാവില്ലേ, ഇതിൻ്റെ സെൻറ്ററിൽ വരുന്ന കൊട്ടേൻ്റെ അതങ്ങ് കട്ട് ചെയ്ത് എൻഡിൽ മാത്രം വെക്കുക ഗൈസ്. ഞാൻ ഉള്ളൊന്ന് കാണിച്ചു തരാം. കണ്ട അതുപോലെ എൻഡിൽ വെക്കുക. ബാക്കി എല്ലാ സൈഡും ഇങ്ങനെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ ഫിക്സ് ചെയ്ത് വെക്കുക ഗൈസ്. പിന്നെ കയറാൻ കെട്ടി മേലത്തെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. മേലത്തെ അതുപോലെ തന്നെ 3, 1, 2, അത് 3 ഗൈസ്. ഇതാണ്. അപ്പോൾ ഇതാ ആണതാ പെണ്ണായിട്ട് കൊടുക്കുന്നത് ഗൈസ്. ഇവൻ്റെയും വാല് മുറിച്ച് വിടണോ എന്നൊരു ഇതുണ്ടെങ്കിൽ നിങ്ങൾ പറയുക ഗൈസ്. നിങ്ങൾ പറയുന്ന പോലെ നമുക്ക് നോക്കാം. ഇപ്പം ഏതാണ്ട് ഈ സൈഡിൽ ഇതായി ഇങ്ങനെയാണ്. ഈ സൈഡിൽ ഇത് ആവുമോയെന്ന് നോക്കുന്നു. നോക്കാം. ഇതിനെ പറപ്പിക്കുമ്പോൾ ഇതിന് വരുമോ, ഈ ഒരു സിറ്റുവേഷനിലെല്ലാം പറപ്പിക്കുമ്പോൾ ഈ ഇടാന്ന് വെച്ചാൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഏരിയ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഗൈസ്. ഈ ഒരു കുഴപ്പം എന്തായാലും ഉണ്ട്. പിന്നെ ഈടെ മാത്രമല്ല ഈടിയും ടവറുണ്ട്. അതുകൊണ്ട് 6 പേടികളെല്ലാം ഉണ്ട് ഗൈസ് ഏതാണ്ട് നമുക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇനി അടുത്തൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവരൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയറെല്ലാം നിങ്ങളിഷ്ടം ഗൈസ്. എന്നാൽ ശരി, ബൈ.